ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി. തൻ്റെ സുഖദുഃഖങ്ങളും കർമ്മഫലങ്ങളും എല്ലാം ഭഗവാന്റെ ഇച്ഛയാണെന്ന് കരുതി ഞാൻ എൻ്റേത് എന്ന ഭാവത്തെ വെടിഞ്ഞ് എൻ്റെ ശരീരവും മനസ്സും ആത്മാവുമെല്ലാം പൂർണ്ണമായി ഭഗവാനിൽ അർപ്പിക്കുന്നതിനെയാണ് ആത്മനിവേദനം എന്ന് പറയുന്നത്. ഇവിടെ ഭഗവാനും ഭക്തനും തമ്മിൽ യാതൊരു വേർതിരിവുമില്ല. എല്ലാം ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തെ വിട്ടിട്ട് എല്ലാം ഭഗവാൻ എന്നെക്കൊണ്ട് ചെയ്യിപ്പിക്കുന്നു എന്നൊരു ഭാവത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ആത്മനിവേദനത്തിലൂടെ ഭക്തൻ ഭഗവാനെ ലയിക്കുന്നു. അതായത് ഒരു പുഴ സമുദ്രത്തിൽ ലയിക്കുന്നത് പോലെ. പുഴ സമുദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പുഴയ്ക്ക് നിലനിൽപ്പില്ല, അല്ലേ? അത് സമുദ്രമായി മാറിക്കഴിഞ്ഞു. അതുപോലെയാണ് ഇവിടെ ഭക്തൻ ഭഗവാനെ ലയിക്കുകയാണ് ചെയ്യുന്നത്. പ്രഹ്ലാദൻ പറഞ്ഞ നവവിധ ഭക്തിയിലെ അവസാനത്തേതാണ് ആത്മനിവേദനം എന്നുള്ളത്. ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ഒടുവിൽ ആത്മനിവേദനം എന്നുള്ളത്. ഒരു മാലയിലെ മുത്തുമണികൾ പോലെ ഇവയെല്ലാം ബന്ധപ്പെട്ട് കിടക്കുന്നു. ശ്രവണം ചെയ്യുന്നവന് മാത്രമേ കീർത്തനം ചെയ്യാൻ സാധിക്കൂ. കീർത്തനം ചെയ്യുന്നവന് മാത്രമേ ഭഗവാനെ സ്മരിക്കാനും സാധിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവർക്കും ഭഗവാനെ സ്മരിക്കാൻ, എപ്പോഴും ഭഗവാനെ സ്മരിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം വരം ധീമഹി.